എല്ലാവർക്കും നമസ്തേ. ഇന്ന് വളരെ എളുപ്പത്തിൽ കപ്പിയൊന്നും കാച്ചാതെ ഷടേന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന സാദാ പച്ചരിയാണ്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിയുടെ വെറ്റ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 6 ഏലക്കായും കൂടി മിക്സിയുടെ ഡ്രൈ ജാറിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഏലക്കായും പഞ്ചസാരയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഈ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ള അരിയുടെ ചോറ്, 1/2 കപ്പ് പഞ്ചസാര അതും കൂടി ചേർക്കാം. 1 കപ്പ് നല്ല ഇളപ്പം തേങ്ങ, ബ്രൗൺ സ്കിന്നൊക്കെ മാറ്റിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്ത ഭാഗം മാത്രം മതിയാകും കേട്ടോ. അപ്പം നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു കളറ് കിട്ടും. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരി മുങ്ങിക്കിടക്കാനുള്ള തേങ്ങാവെള്ളം കൂടി നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുക്കണം. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ വെള്ളം ചേർത്തും ഈ വട്ടയപ്പം തയ്യാറാക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ ഒരു ചെറിയ തരി അതിലുണ്ടാകണം കേട്ടോ. കണ്ടില്ലേ, റവയിലും അല്പം കൂടി ചെറിയ തരിയാണ്. ഈ രീതിയിൽ അരച്ചെടുക്കുമ്പോഴാണ് വട്ടയപ്പം നന്നായി വരുന്നത്. ഇതിനി ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു തിക്കായിട്ട് വേണം മാവ് അരച്ചെടുക്കാനായിട്ട്, തീരെ ലൂസാകാൻ പാടില്ല കേട്ടോ. ഇതിനി ഒന്ന് അടച്ച് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും എടുക്കും, വെതറിൻ്റെയൊക്കെ അനുസരിച്ച്. അതിനുശേഷം നമുക്ക് വട്ടയപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, തവി കൊണ്ടൊന്ന് ഇളക്കാം. തീരെ ലൂസ് അല്ലാത്ത ഒരു ബാറ്ററാണ്, കണ്ടില്ലേ. ഇതിനി നമുക്ക് കൂടുതലിട്ട് ഇളക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്യാം. സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗം ഒഴിച്ച ശേഷം സ്റ്റീമർ അടച്ച് 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല അടിപൊളി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം, വെന്തിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. നമ്മുടെ വട്ടയപ്പമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. സൈഡ്സൊക്കെ വിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി വട്ടയപ്പമാണ് കേട്ടോ. പെട്ടെന്നൊരു വട്ടയപ്പമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ കപ്പിയൊന്നും കാച്ചാതെ ടപ്പേന്ന് നമുക്ക് മിക്സിയുടെ ജാറിലെല്ലാം കൂടി അരച്ചെടുത്ത് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. കണ്ടില്ലേ, എന്താ സോഫ്റ്റ് എന്ന് നോക്കി. ഒന്ന് മുറിച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ്. ഇതിപ്പോൾ ഒരു സ്നാക്കായിട്ട് കഴിക്കാനായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ മധുരം കുറച്ച് കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ചിക്കൻ കറിയുടെയോ മട്ടൻ കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ മധുരം ഇത്രയും ചേർക്കണമെന്നില്ല, കുറച്ചും കൂടി മധുരം കുറച്ച് ചേർത്താൽ മതിയാകും. അപ്പം നിങ്ങളും ഇതേപോലെ വട്ടയപ്പം ഒന്നുണ്ടാക്കി നോക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടനെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതാനും മറക്കണ്ട. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.